ധനമന്ത്രി ബാലഗോപാലിനെതിരെ വിമർശനവുമായി മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി.പി. സെൻകുമാർ. തീവ്രവാദി സിദ്ദിഖ് കാപ്പന്റെയും കൂട്ടരുടെയും സർക്കാർ ഫണ്ട് തട്ടിപ്പ് മൂടിവെക്കാൻ ധനമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തുന്നുവെന്നാണ് വിമർശനം. സമൂഹ മാധ്യമത്തിലൂടെയാണ് ടി.പി. സെൻകുമാറിന്റെ വിമർശനം. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. വീണ, ടി.പി. സെൻകുമാർ മുൻ DGP ആണ്. കൃത്യമായ തെളിവുകളില്ലാതെ, ബോധ്യമില്ലാതെ പ്രതികരിക്കുന്ന ആളല്ല. ഇപ്പോൾ ധനമന്ത്രിക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണത്തിന്റെ ആഴമെത്ര? കൃഷ്ണകുമാർ, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുൻ DGP കൂടിയായ സെൻകുമാർ ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായ രേഖകളും കണക്കുകളും പ്രകാരമാണ് അദ്ദേഹത്തിന്റെ ഇത്തരമൊരു തുറന്നടിച്ചുള്ളൊരു വിമർശനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം UAPA കേസിൽ സിദ്ദിഖ് കാപ്പൻ, മാധ്യമപ്രവർത്തകനാണ്, സിദ്ദിഖ് കാപ്പനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ UP പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് സെൻകുമാർ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KUWJ-യുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അവിടുത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് 25 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിരുന്നു. ഈ ഫണ്ടാണ് സിദ്ദിഖ് കാപ്പനും തുടർന്ന്, അതായത് ഇതിനു മുമ്പ് KUWJ-യിലെ ഭാരവാഹികളായിരുന്ന മറ്റ് മാധ്യമപ്രവർത്തകരും ചേർന്ന് അതായത് അനധികൃതമായ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിച്ചു എന്നും ആ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ചില്ല എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തത് 2020 ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ വരുന്നത്. അതായത് UAPA കേസുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മാധ്യമപ്രവർത്തനം അതിനുവേണ്ടി ദുരുപയോഗം ചെയ്ത് അറസ്റ്റിലാകുന്നതിന് മുമ്പ്, പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ സിദ്ദിഖ് കാപ്പൻ ഇതുമായി ബന്ധപ്പെട്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് അടക്കം അതിൽ നിന്ന് തുക കണ്ടെത്തുകയും ഫണ്ട് കൃത്യമായി എന്തിനാണോ സർക്കാർ നൽകിയത് ആ ഫണ്ട് ഉപയോഗിച്ചില്ല എന്നുകൂടി കണ്ടെത്തിയിരുന്നു. IPAD നടത്തിയ അന്വേഷണത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വരികയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് KUWJ-യുടെ ഡൽഹി ഘടകത്തിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. 2020 ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം ലഭിച്ചുവെങ്കിലും 2025 അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ള വിമർശനം കൂടിയാണ് ടി.പി. സെൻകുമാർ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. കൃത്യമായ രേഖകളുടെയും കണക്കുകളുടെയും പ്രകാരത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. 2020 നടന്ന ഈ ഒരു വെട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വിജിലൻസ് ഇതുമായി ഇടപെടുന്നു, ധനവകുപ്പ് ഇതുമായി ഇടപെടുന്നു. ഈ ഇടപെടലുകൾ നടന്നിട്ട് പോലും ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കാതെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന വ്യക്തി കൂടി ഇതുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ഇതിൽ ഇടപെടൽ നടത്തിയെന്നും പറയുന്നുണ്ട്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു ഫയൽ പൂഴ്ത്തിവെച്ചു. തുടർന്ന് ധനവകുപ്പിന്റെ കയ്യിൽ ഈ ഒരു ഫയൽ എത്തുന്നു. ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഈ ഫയൽ എത്തിയപ്പോൾ ധനമന്ത്രിയാണ് ഇടപെട്ട് ഈ ഒരു ഫയൽ പൂഴ്ത്തിവെച്ചത്. വിജിലൻസിന്റെ ഭാഗത്തും, അതായത് വിജിലൻസിനും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരാതി ലഭിക്കുകയും വിജിലൻസ് വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ഇത്രയും നാളായിട്ട്, അതായത് 2025 ആയിട്ടും 25 അവസാനിക്കുകയാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ ഫണ്ട് തിരിച്ചു പിടിക്കുന്നതിനുമായി ബന്ധപ്പെട്ടോ മറ്റ് നിയമ നടപടിക്രമങ്ങളോ സ്വീകരിക്കുന്നില്ല. സിദ്ദിഖ് കാപ്പനെ സംരക്ഷിക്കുന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നുള്ളൊരു വിമർശനം കൂടിയാണ് പറയുന്നത്. ധനമന്ത്രി പ്രീണനം നടത്തുന്നു എന്നുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഇതിൽ വെട്ടിലാക്കിയിരിക്കുന്നത് ധനമന്ത്രിയുടെ വ്യക്തി താല്പര്യങ്ങൾക്കും ധനമന്ത്രി സത്യപ്രതിജ്ഞാ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു മന്ത്രി എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വജനപക്ഷപാതമില്ലാതെ ഭരണം നടത്തേണ്ട ജനപ്രതിനിധി എന്ന രീതിയിൽ അത്തരത്തിലുള്ള തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലടക്കം വീഴ്ച വരുത്തിക്കൊണ്ടാണ് ധനമന്ത്രി പ്രവർത്തിക്കുന്നത്. കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുരുക്ക് മുറുകുന്നത് ഉദ്യോഗസ്ഥർക്കാണ്. അതായത് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും വിജിലൻസ് ഉദ്യോഗസ്ഥർക്കും ഈ ഫയലുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വിജിലൻസിലെയും ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അതായത് ഫയൽ ഇപ്പോൾ മന്ത്രിയുടെ കയ്യിലാണ്, മന്ത്രി പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ സാധിക്കാത്ത കുരുക്കിലേക്ക് ആയിരിക്കുന്നു എന്നുകൂടി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണമെന്നും മാത്രമല്ല സംസ്ഥാനത്ത് നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ അടക്കം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുമ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്, ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പെൻഷൻ തുകയൊക്കെ വർദ്ധിച്ചതും കൃത്യമായി കൊടുക്കാൻ ആരംഭിച്ചതുമൊക്കെ ഇലക്ഷൻ വന്നതിന് ശേഷമാണ്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് അത്തരം നടപടിക്രമങ്ങളിലേക്ക് ധനവകുപ്പ് നടന്നിരിക്കുന്നത്. ഖജനാവിലടക്കം സാമ്പത്തികമായി പണമില്ലാതെ ഇരിക്കുമ്പോൾ അതുമാത്രം
മാത്രമല്ല ധനവകുപ്പ് അടക്കം പല പദ്ധതികളും മുടങ്ങുന്ന അവസ്ഥ, പലതിനും ഫണ്ട് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ 25 ലക്ഷം രൂപ തിരിച്ചു പിടിക്കുന്നതിനോ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിനോ മന്ത്രിയുടെ ഇടപെടലാണ് തടസ്സമാകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകളുടെയും ഫയൽ നമ്പറുകളുടെയും ഒപ്പം തന്നെ നടപടിക്രമങ്ങളെയും കുറിച്ച് അദ്ദേഹം ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രിയുടെ മാപ്രാ പ്രീണനമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിൽ പ്രതിസന്ധിയിലാകുന്ന ഉദ്യോഗസ്ഥരാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അടക്കം, അതായത് ധനവകുപ്പിൽ നിന്ന് അറിയിപ്പുകളും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഒന്നിലേറെ തവണ സമൻസുകളും മറ്റും അയച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ വൈകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാകുന്ന ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥരെ കരുവാക്കിക്കൊണ്ട്, ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കിക്കൊണ്ടാണ് ധനമന്ത്രി മാപ്രാ പീഡനം നടത്തുന്ന ഒരു വിമർശനം കൂടിയാണ് സെൻകുമാർ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. യെസ്, MS വീണയാണ് വിവരങ്ങൾ നൽകിയത്. ധനമന്ത്രിക്ക് എതിരെ കടുത്ത വിമർശനവുമായി മുൻ പോലീസ് മേധാവി TP സെൻകുമാർ രംഗത്ത് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.